ദത്തപ്പോ ഇതെപ്പോഴാ പൊട്ടിച്ചേച്ചി? അതിനെ പൊട്ടിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. ഓള് ഇട്ട് കളിച്ചു. അപ്പൂസേനെ വിമാനം കാട്ടി കൊടുത്ത കണ്ടോ കൊടുത്ത. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു മൈലാഞ്ചിറ്റാണ് ഗൈസ്. അപ്പോൾ നാളെ തിരുവനും മൈലാഞ്ചിലുണ്ട്. അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടി വണ്ടൂർ പോയപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് നേരം വൈകി. അപ്പോൾ അപ്പൂസ് കമ്മിങ്. അപ്പോൾ അപ്പൂസിൻ്റെ അടുത്ത് കൊടുത്തുക്കണ്. അത് മമ്മക്ക് കൊണ്ടേ കൊടുത്ത മമ്മക്ക് കൊണ്ടേ കൊടുത്തു. മമ്മക്ക് കൊണ്ടേ കൊടുത്തു വാ അങ്ങോട്ട് ചെല്ലി. അപ്പൂസ് പപ്പ എന്താ എന്നോട് പറഞ്ഞത്? അത് കൊണ്ടേ കൊടുക്ക്. എന്നാ പറഞ്ഞു കൊടുത്ത എന്നാ കൊണ്ടു കൊണ്ടേ കൊടുത്തു വാട്ടോ. അപ്പോൾ ഗൈസ് ഉണ്ടോ പറഞ്ഞ കേൾക്കുന്ന കുട്ടിയാണ് എൻ്റെ കുട്ടി. അത് കൊടുക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ മിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ഇന്നെന്താ വെച്ചാൽ അപ്പൂസിൻ്റെ എന്താ പറയുക ടോയ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്നോട് ഞാൻ എന്താ പറഞ്ഞത്? അപ്പോൾ അപ്പൂസിൻ്റെ ടോയ്സ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പൂസ് അൺബോക്സ് ചെയ്യുന്നതാണ്. ഇതിങ്ങനെ സാധനം നിലത്ത് കിട്ടും. ഇതെന്തിനുള്ളതാണ്? ഇരിക്ക്. സിറ്റ് ഓൺ സിറ്റ് ഡൗൺ ഗൈസ്. അപ്പൂസ് ഇതിലെന്തൊക്കെയല്ലേ കാട്ടിക്കൊടുത്തവർക്ക്? എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പൂസിന് കളിക്കാൻ എന്തൊക്കെയുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതെന്തിനുള്ളതാണ്? ഇത് ഓള് കാണിച്ചു കേട്ടോ അപ്പൂസ് ഗൈസ്. ആദ്യം ബ്ലൂ അല്ലിടുക. ഗുഡ് ഗേ. അതന്നെയാണ് ഇടുക്ക്. ഇതിലേക്ക് ഇട്. അപ്പൂസേനെ ഇടല്. പപ്പ കാണിച്ചല്ലേ? പപ്പ കാണിച്ച. ഇങ്ങനെ വെക്കും. അയ്യോ അങ്ങനെയല്ല, അത് ഇടൂലേ? അതേമ നിൽക്കുക. അപ്പോൾ ഗൈസ് അപ്പൂസിൻ്റെ കളിപ്പോക്ക് കാണിച്ചു തരാം. ബോള് പോയി. ഒരു AK-47 ഉണ്ട് അപ്പൂസിന്. ഇതാ ഇത് പപ്പാൻ്റെ അല്ലേ? പപ്പ എനിക്ക് തന്നതാണിത്. അപ്പോൾ പപ്പാക്ക് തന്നെ തന്നു. പിന്നെ അപ്പൂസിനുള്ളത് ഗൈസ് എന്താ വന്ന്? ഓ ഗൈസ് ഇതുണ്ടോ? ഇതാണ് ഞങ്ങളിൽ അപ്പൂസിൻ്റെ ഏറ്റവും ലക്ഷറിയസ് ആയ വണ്ടി അറിയുന്നത്. ഇതാണ് ലംബോർഗിനി. ഇത് ഡോറൊക്കെ തുറക്കാം. ഫുള്ള് സ്റ്റീൽ സാധനമാണ്. മെറ്റീരിയൽ മക്ക എന്ന മാതിരി സാധനമാണ്. ഉണ്ടോ? രണ്ട് ഡോറും തുറക്കാം. ഈ ഡോറിൻ്റെ ഉള്ളിൽ ഒരു ഫൈബർ സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും കാണാനില്ല. അതൊക്കെ എവിടേക്ക് കൊണ്ടുപോയി കളഞ്ഞിക്കണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നല്ല വെയിറ്റുള്ള സാധനം കേട്ടോ. വണ്ടി പോകണോണ്ട് ലോക്കത്തിൽ തട്ടി മറിച്ച് പോകും. പിന്നെ നമ്മളിതുള്ളതാണ് ഏറ്റവും ഓഫ് റോഡ് വാഹനമായ വഴുക്കൾ. ഇതിൻ്റെ ചാർജ് കഴിഞ്ഞിരിക്കണം എന്താ അറിയില്ല. ഇത് നമ്മളധികം വീഡിയോയിൽ ഉണ്ടാകാറുണ്ട് കേട്ടോ. ഈ വണ്ടി നമ്മൾ കുറേ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കഴിഞ്ഞിട്ടില്ല. വണ്ടി പവറാണ് കണ്ടത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് കുത്തിയേക്കലൊന്നുമില്ല വണ്ടി കുത്തിയേക്കലൊന്നുമില്ല ഗൈസ്. വണ്ടി ബാറ്ററി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ചാർജ് ഉണ്ട്, പക്ഷെ ഇതിൽ ചാർജ് ഇല്ല. ഞാൻ ഇതിൻ്റെ മുറ്റത്ത് കൂടെ കൊണ്ടുപോയി. അതാണ് ടയറുമ്പിലാകെ ചളി ചെയ്തത്. പിന്നെ അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചേക്കാണ്. കാരണം അപ്പൂസ് വായിലിട്ട് കഴിഞ്ഞാൽ ഇത് സ്വീപ്പാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഇത് അവിടെ വെച്ച്. പിന്നെ ഉള്ള വണ്ടികൾ ഞാൻ പറഞ്ഞതാ. ദത്തപ്പോ ഇതെപ്പോഴാ പൊട്ടിച്ചേച്ചി? അതിനെ പൊട്ടിച്ചത്? അത് ശരി. കാശ് JCB ഒക്കെ ഏതാണ് വലിച്ചിട്ടിരുന്നത്. ഇതാണ് കാശ് അപ്പൂസിന് ഫസ്റ്റ് വാങ്ങിയ JCB. അതായത് 3-ാം മാസത്തിൽ അപ്പൂസിന് വാങ്ങിയ JCB. എനിക്ക് 3-ാം മാസത്തിൽ പപ്പ വാങ്ങി തന്ന JCB. ഇതിൻ്റെ ഒപ്പം ഒരു ട്രക്ക് ഉണ്ടായിരുന്നു കണ്ടോ. ഇതും വാങ്ങി. പിന്നെ നമ്മൾ ഫസ്റ്റ് വാങ്ങിയ എന്താ വെച്ചാൽ ഇത് നമ്മൾ നിലമ്പൂർ കനോലി ഫോർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതും പിന്നെ ഒരു ലോറി ഉണ്ട് ഗൈസ്. ഇത് രണ്ടാണ് നമ്മൾ അന്ന് വാങ്ങിയിട്ടുള്ളത്.
പിന്നെ JCB വാങ്ങിയതാണ് ഈ ലംബോർഗിനി കേട്ടോ. JCB വാങ്ങിയതാണ് ഈ ലംബോർഗിനി അപ്പൂസിന്. ഇതൊക്കെ ഓൾക്ക് കളിച്ചാൻ പ്രായത്തിലൊന്നല്ല വാങ്ങിക്കൊടുത്തത്, പക്ഷേ ഇപ്പോഴാണ് അത് കളിക്കൽ തുടങ്ങിയത്. പിന്നെ ഇതാണ് ആ JCB കൊക്കെയാണ് നമ്മളവിടെ കണ്ടത്. ഈ സാധനം ഇത് ഇവിടെ മുമ്പിലാണ്, ബാക്കിൽ നിന്നുണ്ടോ, ഇതിൻ്റെ ബാക്കിൽ നിന്ന് കൂരിട്ടൊക്കെയാണ് ഗൈസ്. ഇവിടെയാണ് അതിൻ്റെ കൊട്ട വരുന്നത്. ഇവിടെ എന്താ ഇപ്പോൾ സ്കൂളിലിടല്ലേ. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പിലായിക്കോട്ടെ ചേച്ചി. അതിങ്ങനെ തന്നെയാണല്ലേ. ഇജ്ജെങ്ങനെ ഇത് ഊരെടുത്തപ്പോൾ ഇത് പൂരത്തിനായപ്പോൾ കൊണ്ടാണ് ഗൈസ്. പിന്നെ ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് ഇട്ട് കൊക്കക്കോളൻ്റെ വണ്ടിയിലെ. പിന്നെ വന്നിട്ട് ഗൈസ് പിയാനൊക്കെ ഇപ്പോഴും വർക്കിങ് അവർക്ക് കേൾപ്പിച്ചു കൊടുത്ത പാട്ട് അപ്പൂസ് കേൾപ്പിച്ചിട്ടുണ്ട്. ബാറ്റ് കുഴപ്പമൊന്നുമില്ല, ഇത് പാട്ടിട്ടാൽ മതി. പാട്ട് പാടിക്കോ. എങ്ങനെ വായിക്കാം അവിടെ അല്ല ഈ സ്വിച്ചൊക്കെ സൗണ്ടൊക്കെ കുറഞ്ഞാണ് ഗൈസ്, അടിച്ചിട്ടുമുണ്ട്. പിന്നെ എല്ലാം അതാണ് നമ്മളെ അടിപൊളി വണ്ടി. ഇതിന് സംഭവം 60 ഉറുപ്പിയുള്ളൂ, പക്ഷെ ഇതിൽ പോണ പോക്കാണ് ഞങ്ങൾ പോലെ സ്പീഡ് ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് പോകും വണ്ടി. കാണിച്ചാൽ ഉണ്ടോ, ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ പോകും. പിന്നെ അപ്പൂസിൻ്റെ ചെറിയ വിമാനം ഇത് അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ്. ഓള് ഇട്ട് കളിച്ചു. അപ്പൂസിൻ്റെ വിമാനം പോകാൻ കാട്ടി കൊടുത്താൽ കണ്ടോ കൊടുത്താ ഓള് ചുമനും കൂടെ ഒക്കെ കൊണ്ടുപോകും വണ്ടി അല്ലേ. പിന്നെ അതാണ് ചെറുപ്പത്തിലെ കിലിക്ക്. അതും അന്നും അതേമാതിരി തന്നെ ഇപ്പോഴും അതേമാതിരി തന്നെ. ഇത് തൊള്ളിയിട്ട് കടിച്ചെന്നല്ലാതെ വേറൊന്നും കാട്ടുന്നില്ല. പിന്നെ ഇതാണ് വലിയ നമ്മളെ ഫെറാറി, അപ്പൂസിന് ഫെറാറി. ഇതിൻ്റെ സൗണ്ട് കേൾക്കണം നിങ്ങൾക്ക്, ഇതിൻ്റെ വലിയ സൗണ്ടാണ്. അപ്പോൾ പോണ എല്ലാവരും അറിയും. പിന്നെ കിലിക്ക്. പിന്നെ എന്തില്ല വെച്ചാൽ ബോൾ ലൈറ്റ് എത്തണ ബോൾ ലൈറ്റൊക്കെ പോയിക്കണം. ഇത് പിന്നൊക്കെ പോകുന്നതാണ്. പിന്നെ അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ ബോള് തട്ടിക്കളിച്ചാലേ. പിന്നെ എന്തല്ലേ അപ്പൂസിന്, പിന്നെ വേറെ എന്തല്ലേ ഇതൊക്കെ എനിക്ക് വാങ്ങിയത്. അതൊക്കെ അപ്പൂസിൻ്റെ കയ്യിലെത്തി ഗൈസ്. അപ്പം ഇത്രയും കളക്ഷനാണ് അപ്പൂസിൻ്റെ കയ്യിലുള്ളത് അല്ലേ. അപ്പൂസിൻ്റെ കയ്യിലുള്ള കളക്ഷനാണ് ഇത്. ഫുള്ള് വണ്ടി പിരാന്ത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്, വേറെ പിരാന്തൊന്നുമില്ല. പിന്നെ അപ്പൂസിൻ്റെ മിനി കൂപ്പർ. പിന്നെ ഇവിടെ വേറെ വണ്ടി ഉണ്ട്, ഇത് നമ്മൾ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും വണ്ടി ആക്കണം അല്ലേ. അപ്പോൾ ഇത്രയും വണ്ടിയുടെ ഉടമയാണ് ഈ നടുക്കിയിരിക്കുന്നത്. അപ്പൂസിന് എന്താണ് പറയാനുള്ളത്? ഇത്രയും വണ്ടി സ്വന്തമാക്കിയിട്ട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ പറഞ്ഞേക്ക്, ഇത്രയും വണ്ടിൻ്റെ ഉടമസ്ഥനായ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താ എനിക്ക് പറയാനുള്ളത്? എന്താ അതെന്താണ്? അപ്പോൾ ഇത്രയും വണ്ടി കൊണ്ടെടുക്കണത് എങ്ങനെ, ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആകെ ചോട്ടി മറിച്ച്. പിന്നെ എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ട വണ്ടി എന്ന് വെച്ചാൽ ഗൈസ് ഈ വണ്ടിയാണ്. കാരണം നല്ല അടിപൊളി ഇങ്ങനത്തെ കുറേ വണ്ടി എനിക്ക് വാങ്ങണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഉണ്ടോ കൊല്ലം പോക്കാണ്, സ്പീഡിലാണ് പോകും. എന്നാൽ ഇതാണ് ഞാൻ ഡ്രിഫ്റ്റാണ് വണ്ടി. ഉണ്ടോ കുറഞ്ഞേ വരുള്ളൂ, പക്ഷെ ഭയങ്കര പവറാണ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അറിയണം. അമ്മമാര് സൗണ്ടാണ് അതിൻ്റെ. അപ്പോൾ ഇത്രയാണ് അപ്പൂസിൻ്റെ കളിപ്പോക്ക് സാധനങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇനിയും വാങ്ങാൻ പോകുന്നത് എന്താ വെച്ചാൽ വണ്ടികളേക്കണം. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കുറച്ച് വലിയ വണ്ടികളൊക്കെ വാങ്ങാനുള്ള പ്ലാൻ ഉണ്ട് അല്ലേ അപ്പൂസേ? അപ്പോൾ നമ്മൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അല്ലേ. അസ്സലാമു അലൈക്കും. നിങ്ങളെ അറിയപ്പെടാൻ വലിയ സന്തോഷമുണ്ട്. ഇത്രയും വണ്ടികൾ ഉടമയായതുകൊണ്ട്. താങ്കൾക്ക് ഒന്നും പറയാനൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലും പറയാനുണ്ടോ? ശരി. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെയാണ് അപ്പൂസിൻ്റെ കളിപ്പാട്ടങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റ കൊടുത്താ